പ്രിയരെ നമസ്കാരം. ഇന്നത്തെ കാഴ്ചയിൽ മാറാടി ശ്രീ ഭഗവതി ക്ഷേത്രത്തെപ്പറ്റി പറയാം. മാറാട്ടിക്കാവ് എന്ന് നാട്ടുകാർക്കിടയിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശമായ മൂവാറ്റുപുഴ താലൂക്കിലെ മാറാടിയിൽ മൂവാറ്റുപുഴ പാമ്പാക്കുട റൂട്ടിൽ മണ്ണത്തൂർ കവലയ്ക്ക് തൊട്ട് മുമ്പാണ് സ്ഥിതി ചെയ്യുന്നത്. അതുവഴി യാത്ര ചെയ്യുന്നവർക്ക് മാറാട്ടിക്കാവിലേക്ക് ഒന്ന് നോക്കാതെ കടന്നു പോകാനാവില്ല. അത്രയ്ക്ക് ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ദിവ്യ ചൈതന്യം ആ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മാറാട്ടിക്കാവിന് ഒരു 100 വർഷത്തെ പഴക്കമേ ഉള്ളൂവെന്ന് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാം. 1925 പണി കഴിപ്പിച്ചുവെന്ന് കാണുന്നു. 1982 ശ്രീകോവിൽ പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠയും നടത്തി. ധാരിക ശിരസേന്തിയ ചതുർഭാഗ സ്വരൂപിണിയായ ശ്രീഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ. 4 അമ്പലത്തിനകത്ത് വിഘ്നേശ്വരൻ്റെയും പരമശിവൻ്റെയും പ്രതിഷ്ഠകളുണ്ട്. പുറത്ത് ശാസ്താവ്, ക്ഷേത്രപാലകൻ, യക്ഷി, നാഗരാജാവ്, നാഗയക്ഷി, ബ്രഹ്മരക്ഷസ്, ഗുളികൻ, കളരിമൂർത്തികൾ എന്നീ ഉപദേവ പ്രതിഷ്ഠകളുമുണ്ട്. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളും ചിങ്ങപ്പുലരി, നിറപുത്തരി, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമിയും വിശേഷ ദിവസങ്ങളാണ്. മണ്ഡലകാലത്ത് 41 ദിവസവും കളമെഴുത്തും പാട്ടും ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. കുംഭമാസത്തിലെ അശ്വതി നാളിൽ മുടിയേറ്റ് നടത്തുന്നു. അതുപോലെ തന്നെ മീനം ഭരണി നാളിൽ ഗരുഡൻ തൂക്കവും ഇവിടെ മുടങ്ങാതെ നടക്കുന്നു. ഈ വർഷത്തെ അശ്വതി മഹോത്സവം കുംഭം 8, 9, 10 അതായത് ഫെബ്രുവരി 20, 21, 22 തീയതികളിൽ നടക്കും. കൊച്ചി മഹാരാജാവിൻ്റെ പ്രജകളായ മുകുന്ദപുരം താലൂക്കിലെ കരിങ്ങാമ്പള്ളി സ്വരൂപത്തിൽ നിന്നും ദാനമായി ലഭിച്ചതാണ് മാറാടി ഭഗവതി ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശം. ഈ പ്രദേശത്തെ ക്ഷേത്രഭരണത്തിൻ്റെയും പൂജയുടെയും മറ്റും അവകാശവും അധികാരവും കരിങ്ങാമ്പള്ളി സ്വരൂപത്തിനായിരുന്നു. പിന്നീട് മാറാടിയിലുണ്ടായിരുന്ന പട്ടരുമഠത്തിൽ ഇടമന ഇല്ലക്കാർക്ക് ക്ഷേത്രത്തിൻ്റെ അവകാശവും മറ്റും കൈമാറി കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്ര കൈമാറ്റവും മറ്റും നടന്നിട്ടുള്ളത് കൊല്ലവർഷം 800-ലാണ്, അതായത് 17-ാം നൂറ്റാണ്ടിൽ. പിന്നീട് കൊല്ലവർഷം 955-ൽ അതായത് 1780-ൽ ക്ഷേത്രം കത്തി നശിച്ചെന്നും പറയുന്നു. ഇതിനുശേഷം ക്ഷേത്രം പുതുക്കിപ്പണിതാകാം 1925. ഇങ്ങനെ ഒരു പൂർവ്വകാല കഥകളും മാറാട്ടിക്കാവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. മാറാട്ടിക്കാവ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് മാറാടി മേത്താനത്ത് വിശ്വംഭരൻ അവറുകളുടെ ശ്രമഫലമായാണെന്ന് പ്രദേശവാസികൾ നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനങ്ങളും ഉത്സവവും നടത്തുന്നത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്ര സംരക്ഷണ സമിതിയും ഇടമന ഇല്ലവും ചേർന്നാണ്.